സിദ്ധാർത്ഥിന്റെ മരണം കൊലപാതകമാണെന്നും SFIക്ക് പങ്കുണ്ടെന്നും പ്രതിപക്ഷം. അക്രമങ്ങൾക്ക് SFIയെ പ്രോത്സാഹിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് VD സതീശനും KC വേണുഗോപാലും കുറ്റപ്പെടുത്തി. TP കേസിനോട് ഉപമിച്ചുകൊണ്ടായിരുന്നു ഗവർണറുടെ പ്രതികരണം. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി GR അനിൽ വ്യക്തമാക്കി. സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിച്ചതിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു നേതാക്കൾ. നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥിന്റെ മരണം കൊലപാതകമാണെന്ന് കുടുംബത്തിന് പിന്നാലെ പ്രതിപക്ഷവും ആരോപിക്കുകയാണ്. സംസ്ഥാനത്ത് SFIയെ ഇത്തരം അക്രമങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ SFIക്കാരാണ് ഈ ക്രൂരമായി മർദ്ദിച്ച് ഈ മകനെ കെട്ടിത്തൂക്കിയതെന്ന് പറഞ്ഞിട്ടും പോലീസ് SFIയെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന ഹീനമായ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഉത്തരേന്ത്യയിലെ ആൾക്കൂട്ട ആക്രമണത്തിന് സമാനമാണ് സിദ്ധാർത്ഥിന്റെ കൊലപാതകമെന്ന് KC വേണുഗോപാലും പറഞ്ഞു. ഉത്തരേന്ത്യയിലൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾ നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട്. കേരളം ഇത്തരം കൾച്ചറുകൾക്കൊക്കെ അപവാദമാണെന്ന്. പക്ഷേ ആൾക്കൂട്ട ആക്രമണത്തിന്റെ ഏറ്റവും വലിയ ഇരയായിട്ടാണ് സിദ്ധാർത്ഥിന്റെ കൊലപാതകം. എന്നാൽ സംഭവത്തെ TP കേസുമായി ബന്ധപ്പെടുത്തിയായിരുന്നു ഗവർണറുടെ പ്രതികരണം. DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും പോലീസ് അന്വേഷണം നിരീക്ഷിക്കുന്നുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി. Senior leaders of a political party have been their conviction and they have killed one of their own colleague. Kerala is a 100% state with 100% literacy. Certain forces are promoting the cult of violence. This system ran on violence. കോളേജ് അധികൃതർക്കും സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് കുടുംബം ആവർത്തിച്ചു പറയുകയാണ്. മകന് നീതി കിട്ടുന്നതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണെന്ന് കുടുംബം വ്യക്തമാക്കി. മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി GR അനിലും വ്യക്തമാക്കി. സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിച്ചതിന് പിന്നാലെ സമരം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷമുള്ളത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.